ഇത് ചോളാണ്. ഈ ചോളത്തിൻ്റെ പേര് ബുട്ട എന്നാണ്. ഇത് വളരെ സ്വാദുള്ളതാണ്. സ്റ്റീം ചെയ്ത് കഴിക്കാം, ആവി ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുപ്പിൽ ചുട്ട് കഴിക്കാം. അവിടെ ഡൽഹിയിൽ എല്ലാവരും കനൽ അടുപ്പ് കൂട്ടിയിട്ട് അതിലാണ് ചുടുക. ഇത് പക്ഷേ കനലടുപ്പ് കൂട്ടിയിട്ട് ചുടാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ചുടുന്നത് ഗ്യാസിലാണ് കേട്ടോ. ഗ്യാസിൽ ഇങ്ങനെ കാണിച്ച് നമുക്ക് ഇതിനെ ചുടാൻ പറ്റും. എന്നിട്ട് ഇതിൽ ഇതിങ്ങനെ പൊട്ടി തെറിക്കും കേട്ടോ. എന്നിട്ട് പൊട്ടി തെറിച്ച് കഴിഞ്ഞ് ഇതിൽ ചെറുനാരങ്ങ ഉപ്പും പെരട്ടുക. വളരെ നല്ല സ്വാദുള്ളതാണ് ഈ ബുട്ടയുടെ ടേസ്റ്റ്. ബുട്ട വളരെ ന്യൂട്രീഷ്യസാണ്, വളരെയധികം ന്യൂട്രിയൻസ് ഉള്ളതാണ് ബുട്ട. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും. ഇത് ഇവിടെ എല്ലാ മോൾസിലും എല്ലാ കടകളിലും ലഭ്യമാണ്. കുട്ടികൾക്ക് വലിയ ഇഷ്ടവും. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് സ്റ്റീം ചെയ്തോ ഉപ്പ് അല്ലെങ്കിൽ ചുട്ടോ കൊടുക്കുക. ചുടണമാകുമ്പോൾ ഇത്തിരി നേരെ എടുക്കും. സ്റ്റീം ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമായി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചോ സ്റ്റീം ചെയ്ത് ചുടുമ്പോൾ പേടിയുള്ളവർ ഒരു പപ്പടക്കമ്പി വെച്ച്, പപ്പടക്കമ്പി ഇല്ലേ നിങ്ങളുടെ വീട്ടിൽ, ആ പപ്പടക്കമ്പി കുത്തിയിട്ട് ചോളം ചൂടാൻ എളുപ്പമാണ് കേട്ടോ. നോക്കൂ, ഇതുപോലെ ആകായിട്ടുണ്ട്. നാരങ്ങ എടുത്തു, ഒരു കഷ്ണം നാരങ്ങ എടുക്കുക, അതിൽ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഉപ്പ് പരത്തിയിട്ട് അത് ഈവണായിട്ട് എല്ലാം ഇവിടുന്ന് പറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് ചൂടോടെ കഴിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബുട്ട തയ്യാറായി. കണ്ടോ, ചെറുനാരങ്ങ ഉണ്ടോ നല്ലോണം പരത്തും. എന്നിട്ട് അവർ ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് ചെറുനാരങ്ങ വെക്കും. എന്നിട്ട് ആ ചെറുനാരങ്ങ നല്ല പോലെ എല്ലാത്തിലും പരത്തും. ഇങ്ങനെ പാത്രം ഇങ്ങനെയാണ്. ഇതാണ് ഡൽഹിയിലെ ബുട്ട ചുട്ടത്.